Here is another simple but a beautiful question to solve. The question is, if 10 raised to 9 electrons move out of a body to another body every second, then how much time is required to get a total charge of 1 coulomb on the other body? ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. സിമ്പിളാണെന്ന് തോന്നും. ഒരല്പം തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പം ആൻസർ ചെയ്യാൻ പറ്റും. നമ്മൾ പഠിച്ച ചാർജിൻ്റെ ക്വാണ്ടൈസേഷനിലൊന്നും ഈ ടൈം കണ്ടുപിടിക്കുന്നത് പഠിച്ചില്ലല്ലോ എന്നൊന്നും ചിന്തിക്കരുത്. നമ്മുടെ ലോജിക്ക് വെച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനാണത്. നമ്മുടെ ആ ഒരു റീസണിങ് എബിലിറ്റി ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യനാണത്. ഓക്കെ, അപ്പം ദെൻ വി ഹാവ് ടു സീ ഹൗ വി കുഡ് ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് നമ്മുടെ ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ചെക്ക് ചെയ്യുക. 1 സെക്കൻഡിൽ 10 raised to 9 ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? പുറത്ത് പോകുന്നു, മൂവ് ഔട്ട്. എവറി സെക്കൻഡിൽ 10 raised to 9 ഇലക്ട്രോൺസ് മൂവ് ഔട്ട് ഓഫ് എ ബോഡി ടു അനദർ ബോഡി എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. അതാണ് അവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അത് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റായിട്ട് എഴുതി. ദെൻ വി ഹാവ് ടു കാൽക്കുലേറ്റ് ഹൗ മച്ച് ടൈം ഈസ് റിക്വയർഡ് ടു ഗെറ്റ് എ ടോട്ടൽ ചാർജ് ഓഫ് 1 coulomb ഓൺ ദി അതർ ബോഡി. എങ്ങനെ കണ്ടുപിടിക്കുക അത്? അപ്പോൾ ഈ 1 സെക്കൻഡിൽ അതിൽ ഡെവലപ്പ് ചെയ്യുന്ന ആ ബോഡിയിൽ ഡെവലപ്പ് ചെയ്യുന്ന സെക്കൻഡ് ബോഡിയിൽ ഡെവലപ്പ് ചെയ്യുന്ന ചാർജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ചാർജ് ഡെവലപ്ഡ് ഇൻ 1 സെക്കൻഡ് ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? 1 സെക്കൻഡിൽ എത്ര ഇലക്ട്രോൺസ് പോയി? 10 raised to 9 ഇലക്ട്രോൺസ് പോയി. ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാണ്? 1.6 × 10 raised to -19 coulomb ആണ് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് മൂഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദ ചാർജ് ഡെവലപ്ഡ് ഇൻ 1 സെക്കൻഡ് നമുക്ക് കിട്ടും. മനസ്സിലായോ? 1.6 × 10 raised to -10c. ഓക്കെ, അങ്ങനെയെങ്കിൽ 1 coulomb ചാർജ് ഡെവലപ്പ് ചെയ്യാൻ എത്ര ടൈം എടുക്കും? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ടൈം റിക്വയർഡ് ടു അക്യുമുലേറ്റ് എ ചാർജ് ഓഫ് 1 coulomb ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 സെക്കൻഡിൽ ഡെവലപ്പ് ചെയ്ത ചാർജ്. അങ്ങനെയാണെങ്കിൽ ആ 1 ഡിവൈഡ് ബൈ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര സെക്കൻഡ്സ് എന്ന് കിട്ടും? 6.25 × 10 raised to 9 സെക്കൻഡ്സ് എന്ന് കിട്ടി. നമ്മുടെ ആൻസറിൽ എത്തിക്കഴിഞ്ഞു. ദ ടൈം റിക്വയർഡ് ടു അക്യുമുലേറ്റ് എ ചാർജ് ഓഫ് 1 coulomb ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 6.25 × 10 raised to 9 സെക്കൻഡ്സ് എന്ന് കിട്ടി. ഇത്ര എഴുതിയാൽ മതി. ടൈമിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് സെക്കൻഡ്സാണ്. ഇനഫാണിത്. ഇനി ഇത് നിങ്ങൾക്ക് അവേഴ്സിലേക്ക് മാറ്റണേ മാറ്റാം, ഡേയ്സിലേക്ക് മാറ്റണേ മാറ്റാം, ഇയേഴ്സിലേക്ക് മാറ്റണേ മാറ്റാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ടൈം ഇൻ ഇയേഴ്സ് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ സെക്കൻഡ്സിലുള്ള ആൻസറാണ് 6.25 × 10 raised to 9 എന്ന് പറയുന്നത്. അപ്പം അതിനെ നമുക്ക് അവറിലേക്ക് എങ്ങനെ മാറ്റാം? 1 അവറിൽ എത്ര സെക്കൻഡ്സ് ആണുള്ളത്? 1 അവർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്സ് ആണ്. 60 മിനിറ്റ്സിൽ ഓരോ മിനിറ്റിലും 60 സെക്കൻഡ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ 60 × 60 3600 സെക്കൻഡ്സ് ആണ് 1 അവർ എന്ന് പറയുന്നത്. അപ്പോൾ 3600 സെക്കൻഡ്സ് വെച്ച് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അവറിലുള്ള ആൻസർ കിട്ടും. എത്ര അവേഴ്സിന് കിട്ടും? അതിനെ വീണ്ടും 24 അവേഴ്സ് ചേരുന്നതാണ് 1 ഡേ. അപ്പോൾ അത്രയും അവേഴ്സിനെ ഡേയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അത്ര ആ കിട്ടുന്ന അവേഴ്സിനെ 24 വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഡേയ്സിലുള്ള ആൻസർ കിട്ടും. ഇനി ആ ഡേയ്സിലുള്ള ആൻസറിനെ ഇയറിലേക്ക് മാറ്റണമെങ്കിൽ 1 ഇയർ ആകുന്നത് എത്ര ഡേയ്സ് ചേരുമ്പോഴാണ്? 365 ഡേയ്സ് ചേരുന്നതാണ് 1 ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ 365 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡേയ്സ് ഇയേഴ്സിലും കിട്ടും. ഓക്കെ, അപ്പം 1 ഇയർ എന്ന് പറയുന്നത് 365 ഡേയ്സ് ചേരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവേഴ്സിൽ കിട്ടുന്നതിന് 365 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഈ ആൻസർ ഇയേഴ്സിലും കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഇയേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്. ഇത് ഒന്നിച്ചെഴുതിയിരിക്കുന്നതാണ് കേട്ടോ. ഈ സെക്കൻഡ്സിലുള്ള ആൻസറിനെ ഇയേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ താഴെ ഡിനോമിനേറ്ററിലെ സെക്കൻഡ്സ് കൺവേർട്ട് ചെയ്തു, അവേഴ്സിൽ കൺവേർട്ട് ചെയ്തു, ഡേയ്സിൽ കൺവേർട്ട് ചെയ്തു, ഇയേഴ്സിൽ കൺവേർട്ട് ചെയ്തു. ഇത്ര ഒന്നിച്ചെഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എത്ര ഇയേഴ്സിന് കിട്ടി? 198 ഇയേഴ്സിന് കിട്ടി. റഫ്ലി അത് റൗണ്ട് ചെയ്ത് വേണമെങ്കിൽ അല്ല അപ്രോക്സിമേറ്റ് 200 ഇയേഴ്സ് എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഒരു സെക്കൻഡിൽ 10 raised to 9 ഇലക്ട്രോൺസ് പുറത്ത് പോയി അല്ലെങ്കിൽ ഒരു ബോഡിയിലേക്ക് വന്നു ചാർജ് ചെയ്യണമെങ്കിൽ 1 coulomb ചാർജ് ചെയ്യണമെങ്കിൽ എത്ര ഇയേഴ്സ് വേണ്ടി വരുന്നു? 198 ഇയേഴ്സ് വേണ്ടി വരുന്നു. ഒരു നിസ്സാര കാര്യമാണോ?